വിശദമായ വാർത്തയിലേക്ക്. കോഴിക്കോട് പുതുപ്പാടിയിൽ മയക്കുമരുന്ന് ലഹരിയിൽ 21-കാരൻ ഉമ്മയെ കുത്തി പരിക്കേൽപ്പിച്ചു. ആക്രമണത്തിൽ മണൽവയൽ സഫിയുടെ കൈക്ക് പരിക്കേറ്റു. മകൻ റമീസിനെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. റമീസ് സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണെന്ന് പോലീസ് പറയുന്നു. ഇതിനു മുൻപ് പുതുപ്പാടിയിൽ ലഹരിക്കടിമയായ മകന്റെ ആക്രമണത്തിൽ മാതാവ് കൊല്ലപ്പെട്ടിരുന്നു. സലാം മുഹമ്മദ് ചേരുന്നു. സലാം, ഈ പറഞ്ഞ താമരശ്ശേരിയിലെ ആ ഉമ്മയെ കൊലപ്പെടുത്തിയ സംഭവത്തിന് ശേഷം അതേ രീതിയിൽ മറ്റൊരാക്രമണം കൂടി നടന്നിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? പോലീസ് എന്ത് നടപടിയെടുത്തു? ധന്യ, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നേരത്തെ നമുക്കറിയാം, പുതുപ്പാടി മേഖലയിൽ തന്നെയാണ് ഉമ്മയെ കുത്തി പരിക്കേൽപ്പിച്ച് ഉമ്മയെ കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ദാരുണമായ ഒരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. ഉമ്മ സഫിയ എന്ന് പറയുന്ന മണൽവാൾ പുഴങ്കുന്നുമ്മൽ സഫിയ എന്ന് പറയുന്ന അവർക്കാണ് കുത്തേറ്റത്. അവരുടെ മകൻ ആയിട്ടുള്ള റമീസ് എന്നയാളാണ് കുത്തിയത്. 21 വയസ്സാണ് ഇയാൾക്കുള്ളത്. ഇയാൾ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും നേരത്തെ ഡി അഡിക്ഷൻ സെന്ററിലടക്കം ചികിത്സ തേടിയ ആളാണെന്നുമാണ് പോലീസ് പറയുന്നത്. ഏതായാലും പോലീസ് പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. ഉമ്മയുടെ കൈക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. കൈക്ക് നിസാര പരിക്ക് മാത്രമാണുള്ളത്. രക്ഷപ്പെടുകയായിരുന്നു. പിന്നാലെ പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. പ്രതി ഇപ്പോൾ താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലാണുള്ളത്. ഇയാളെ വൈദ്യപരിശോധന നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ലഹരി ഉപയോഗിച്ചതായിട്ടുള്ള വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും താമരശ്ശേരി മേഖലയിലൊക്കെ തന്നെ ലഹരി മാഫിയ വലിയ രീതിയിൽ ലഹരി മാഫിയ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടക്കുന്നു. ആ രീതിയിൽ ചെറുപ്പക്കാരടക്കം ഈ ലഹരി കടിമയാകുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് നേരത്തെയും ഉമ്മയെ കൊലപ്പെടുത്തിയ ഒരു സംഭവമുണ്ടായി, ഭാര്യയെ കൊലപ്പെടുത്തിയ മറ്റൊരു സംഭവമുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഉമ്മയ്ക്കു നേരെ ഒരു മകന്റെ ലഹരി കടിമയായിട്ടുള്ള ഒരു 21-കാരനായ മകന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ധന്യ, ഇവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്? നേരത്തെ വലിയ തെരച്ചിലൊക്കെ ഡാൻസ് ഓഫിന്റെയും എക്സൈസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ തെരച്ചിൽ ആ ഭാഗത്ത് ഊർജിതമാക്കിയിരുന്നു. ഒരു സ്പെഷ്യൽ സോണായി മാറ്റി തന്നെ അവിടെ വലിയ പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയെല്ലാം ഇപ്പം നടക്കുന്നുണ്ടോ? ധന്യ, നിലവിൽ ഉമ്മയുടെ നില മെച്ചപ്പെട്ടു വരികയാണ്. ഇവർക്ക് കൈക്കാണ് പരിക്കേറ്റുള്ളത്. ചെറിയ പരിക്കാണുള്ളത്. നിസ്സാര പരിക്കുകളോടെ ഇപ്പോൾ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. ഏതായാലും പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. ഇയാളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടും പോലീസ്. ഇതിന് അല്പസമയത്തിനുള്ളിൽ തന്നെ കൃത്യമായ വിവരങ്ങളൊക്കെ തന്നെ നമുക്ക് പങ്കുവെക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും പോലീസ് പറയുന്നത് കൃത്യമായി ഇയാൾ ലഹരി നിരന്തരമായി ഉപയോഗിക്കുന്ന ആളാണ്. അങ്ങനെ സമാനമായ രീതിയിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ, ആക്രമണങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ മേഖലയിലൊക്കെ തന്നെ ലഹരി മാഫിയ വളരെ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ ആ ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട ഒരാൾ തന്നെയാണ് റമീസ് എന്നാണ് ഈ പോലീസ് പറയുന്നത്. 21 വയസ്സ് മാത്രമാണ് ഇയാൾക്കുള്ളത്. ഇയാൾ വീട്ടിലെത്തിയ ശേഷം ഉമ്മയുമായി വാക്കേറ്റം ഉണ്ടാവുകയും പിന്നാലെ ഉമ്മയ്ക്ക് നേരെ കത്തിയെടുത്തുകൊണ്ട് ആക്രമിക്കുകയുമായിരുന്നു. ഉമ്മയുടെ ഈ കത്തി കൊണ്ടുള്ള കുത്ത് തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഉമ്മയുടെ കൈക്ക് പരിക്കേറ്റുള്ളത്. നിസ്സാര പരിക്കാനുള്ളത്. ഒരു രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് പിന്നീട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി ഉമ്മയെ എത്തിച്ചത്. ധന്യ. ശരി, സലാം.